ഇന്ന് നമ്മുടെ ഡൈ എങ്ങനെയാണ് യൂസ് ചെയ്യണതെന്ന് കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും ഡൈ യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് അറിയില്ല. അത് ഹെയറിൽ എങ്ങനെ പുരട്ടണമെന്ന് അറിയില്ല. ഒരു കുറച്ച് സാധാരണ നമ്മൾ ഹെയർ ഡൈ യൂസ് ചെയ്യണ പോലെ വളരെ കുറച്ച് തേച്ചിട്ട് കളർ വരുന്നില്ല, അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ ഉള്ളവർക്കാണെങ്കിൽ ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത്. നമ്മുടെ ചേച്ചിയുടെ ഹെയറിൽ കണ്ടില്ലേ, ഫുള്ള് ഇതുപോലെയാണ് കളർ ഇരിക്കണേ. അപ്പോൾ അത് നമ്മുടെ പൗഡർ എടുത്തു, അതിലേക്ക് നേരിയ ചുടുവെള്ളം മിക്സ് ചെയ്തു. എന്നിട്ട് ഇത്രയും കൂടി ലൂസ് ആവണുണ്ട് കേട്ടോ. ഞാനത് ഇതിൽ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ചും കൂടി ലൂസാക്കിയിട്ടുണ്ട്, നല്ല തേക്കാനായിട്ട് പറ്റുള്ളൂ. വെള്ളം ഒലിച്ച് പോകരുത്, അത്രയേ ഉള്ളൂ. എന്നിട്ട് നല്ല പോലെ മുടി വകഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വകഞ്ഞിട്ടിട്ടാണ് നമ്മളിത് ചെയ്യണത്. എങ്കിൽ മാത്രമേ അത് കാര്യമുള്ളൂ, നല്ല പോലെ പിടിക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ ഹെയർ ഡൈ യൂസ് ചെയ്യണവർക്കാണെങ്കിൽ അറിയുണ്ടാവും, ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് തൊട്ട് പോയാൽ പോലും ആ കളർ അവിടെ പിടിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഡൈ അത്രയ്ക്ക് കെമിക്കൽ ഉണ്ട്. അതായത് PPD എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും കളർ വരുന്നത്. അപ്പം എവിടെയാണോ നമുക്ക് കളർ വേണ്ടത് ആ ഭാഗത്ത് എടുത്തിട്ട്, ഇതിപ്പോൾ നരച്ച ഭാഗത്ത് മാത്രമേ ഞാൻ പറ്റുള്ളൂ, കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും വിചാരിക്കുന്നു. ആളുടെ കടയ്ക്ക് മാത്രമാണ് ഒരു കളറുള്ളത്, ബാക്കി അടിഭാഗത്തൊന്നും അങ്ങനെ കളറില്ല. അപ്പോൾ ഞാൻ അവിടെ ഒന്നും ആക്കണില്ല, ജസ്റ്റ് ആക്കിയ ഭാഗത്ത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മുടീനെ വകയ്ക്കണം. ആദ്യം ഇങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ പിന്നെ മുടീനെ അപ്പുറത്തോട്ട് ഇട്ടിട്ട് വീണ്ടും തേക്കുക. അങ്ങനെ കംപ്ലീറ്റ് ഭാഗത്തും തേച്ചെടുക്കുക. എങ്കിൽ മാത്രമേ അതിന് നമുക്കൊരു റിസൾട്ട് കിട്ടുള്ളൂ. കണ്ടോ, എല്ലായിടത്തും തേക്കണം. അല്ലാണ്ട് വളരെ കുറച്ചെടുത്തിട്ട് നമ്മൾ ഡൈ യൂസ് ചെയ്യണ പോലെ തൊട്ട് ആക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും വകഞ്ഞിട്ട് മുടി നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. എങ്കിൽ മാത്രമേ അത് നല്ല റിസൾട്ടായിട്ട് വരുള്ളൂ നമുക്ക്. എന്നിട്ട് എത്ര നേരം വേണമെങ്കിൽ നിങ്ങൾ ഇരുന്നോളൂ കേട്ടോ, കാരണം കെമിക്കൽ ഫ്രീ ആണ്. പിന്നെ അതിൽ നമ്മൾ പെപ്പർമെൻറ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നീരിറക്കം ഉണ്ടാവില്ല. റോസ്മേരി ആഡ് ചെയ്യുന്നുണ്ട്, ഹെയറിന് നല്ലതാണ്. ചെറിയൊരു കൂളിംഗ് ഉണ്ടാവും. ഇപ്പോൾ ആ ചേച്ചി ഇരുന്ന് പറയണം എൻ്റെ അടുത്ത്, നല്ലൊരു കൂളിംഗ് കിട്ടുന്നുണ്ട്. ഒരു കൂളിംഗ് ആണ് അതിൻ്റെ പ്രത്യേകത, നേരി കൂളിംഗ് ഉണ്ടായിരിക്കും. ഒരു നമ്മളൊരു കൽപ്പൂരൊക്കെ ഇടുന്ന ഒരു അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല, ഒരു വിക്സൊക്കെ പറ്റുമ്പോൾ ഉണ്ടാവുന്ന ചെറിയൊരു ഇത്. പിന്നെ തലയോട്ടിയിലൊന്നും ആവില്ല കേട്ടോ. തലയോട്ടിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ നെറ്റി സൈഡിലോ അങ്ങനെയൊന്നും കളറാവില്ല. നിങ്ങൾ ധൈര്യമായിട്ട് തേക്കണത് നന്നായിട്ട് തേക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുക. മുടീനെ നല്ലപോലെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ തേച്ച് കൊടുക്കുക, ബ്രഷ് ചെയ്യല്ല, കൈ കൊണ്ട് തേച്ച് കൊടുക്കുക. ഇതിൽ നമ്മൾ നെല്ലിക്കപ്പൊടി, നീലാമ്പരിയും, ഹന്ന പൗഡർ, പിന്നെ മൺചട്ടിക്കോല്, ഇതൊക്കെയാണ് ഇടണത്. ഇതൊക്കെയാണ് അതിൻ്റെ സാധനങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇതിപ്പോൾ തേക്കേണ്ടതാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഒരു 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കാണിക്കുന്നില്ല, കാരണം ടൈം അത്രയും ഇതാവുമല്ലോ. പിന്നെ സംസാരിച്ചവിടെ ഇരുന്ന് കുറേ സമയം കഴിഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് വാഷ് ചെയ്തത്. നിങ്ങൾക്ക് എത്ര സമയമാണോ അത്രയും സമയം ഇരുന്നോളൂ. രാവിലെ തേക്കാൻ പറ്റുന്നവരാണെങ്കിൽ രാവിലെ തേക്കുക, എന്നിട്ട് പിന്നെ വൈകിട്ട് ഉച്ച തിരിയുമ്പോഴത്തേക്കും കഴുകിക്കളഞ്ഞാൽ മതി. വെറുതെ വെള്ളത്തിൽ കഴുകിക്കളയുക, പ്ലെയിൻ വാട്ടറിൽ. ഷാമ്പു ഇടരുത്, സോപ്പ് ഒന്നും യൂസ് ചെയ്ത് വെറുതെ വെള്ളത്തിൽ കഴുകിക്കളയുക. അതിന് ശേഷം നമ്മൾ അങ്ങനെ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഹെയർ എടുക്കേണ്ടത്. പിറ്റേ ദിവസം നമ്മൾ ഹെയറിൽ ഷാമ്പു യൂസ് ചെയ്യരുത്. അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ഷാമ്പു ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. കെമിക്കൽ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ മുടിയിൽ അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് 2 ദിവസം നിങ്ങളുടെ അടുത്ത് ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് വെറുതെ വെള്ളത്തിൽ കഴുകി എന്നിട്ടുള്ള റിസൾട്ടാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഹെയർ കണ്ടില്ലേ, ഇനിയുള്ള ഭാഗത്തൊന്നും ഞാൻ എടുത്തിട്ടില്ല. നമ്മളെത്താത്ത സൈഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വൈറ്റ് കാണുന്നുണ്ടാവും. ഈ ഹൃദാവിൻ്റെ ഒരു സൈഡിൽ ഞാനൊരു കുഞ്ഞിത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ കാണുന്നുണ്ടോയെന്ന് അറിയണില്ല വീഡിയോ.